ഈ കാണുന്നത് ഒരു 6 mm ഫിഷറാണ്. ഈ ഒരു 6 mm ഫിഷർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് 6 mm തന്നെ ഇതുപോലത്തെ ഒരു ബിറ്റ് മതിയാവും. ഈ ഒരു ബിറ്റ് ഞാൻ ഇന്ന് മേടിച്ചതാണ്, ബോഷ് എന്ന കമ്പനിയുടേത്. 90 രൂപയാണ് ഇതിൻ്റെ വില. അത് പൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും, കറക്റ്റ് സൈസായിരിക്കും. പക്ഷേ ഇത് വന്നിട്ട് ഒരു 10 mm ആങ്കർ ബോൾട്ടാണ്. ഈ ഒരു 10 mm ആങ്കർ ബോൾട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 16 mm ഒരു ഡ്രിൽ ബിറ്റെങ്കിലും ആവശ്യമുണ്ട്. ഞാനിതൊരു ഫാൻ ഫിറ്റ് ചെയ്യാനായിട്ട് മേടിച്ചതാണ്. ഇതാണ് 16 mm ഡ്രിൽ ബിറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 10 mm നമ്മൾ ആങ്കർ ബോൾട്ട് സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 10 mm അല്ലെങ്കിൽ 12 mm ബിറ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു ആങ്കർ ബോൾട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മിനിമം ഒരു 10 ആണെന്നുണ്ടെങ്കിൽ ഒരു 4 കൂട്ടിയിട്ട്, അതായത് 10 ആണെങ്കിൽ 14, 8 ആണെങ്കിൽ 12, അങ്ങനെ മിനിമം 4 കൂട്ടണം. ഒരു 6 mm കൂട്ടിയിടുമ്പോഴത്തേക്ക് നമുക്കത് നല്ല ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു 4 mm വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ തട്ടിക്കയറ്റേണ്ടി വരും. ഈ ഒരു സൈസ് വ്യത്യാസം അറിഞ്ഞുകൂടാത്ത ആൾക്കാർ 10 mm ആങ്കർ ബോൾട്ടല്ലേ എന്ന് കരുതിയിട്ട് 10 mm തന്നെ ബിറ്റ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് സെറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. ഒരു 4 mm എങ്കിലും കൂടുതലായിട്ട് നമുക്ക് വാങ്ങേണ്ടതുണ്ട്. എനിക്കും ഒരു ചെറിയൊരു പറ്റിയതാണ്. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഒരു 10 mm ബോൾട്ട് വാങ്ങിച്ചിട്ട് സെയിം 10 mm ബിറ്റ് തന്നെ മേടിച്ചിട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് ബൈ ബൈ.